ഹലോ ഹായ്. അപ്പോൾ നമ്മുടെ താറോക്സ് അങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ താറോക്സായിട്ട് ഒരു ലോങ് ഡ്രൈവ് തന്നെ അങ്ങ് ചെയ്തേക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ താറോക്സിൻ്റെ ഒരു റിവ്യൂ അങ്ങോട്ട് പറയാമെന്ന് ഓർത്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. താറോക്സായിട്ട് നമ്മൾ പോയത് കോഴിക്കോടിനാണ് ട്രിപ്പ് പോയത്. കോഴിക്കോട് ഇവിടെ നിന്ന് 300 കിലോമീറ്റർ ഉണ്ട് നമുക്ക്. അപ്പോൾ 300 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് എങ്ങനെയുണ്ട് യാത്രാസുഖം എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ട്രാവൽ എന്ന് പറഞ്ഞാൽ 2 days ഉള്ള ട്രാവലായിരുന്നു. ഈ 2 days കൊണ്ട് ഞാനൊരു 800 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഈ 800 കിലോമീറ്ററിൻ്റെ മുകളിലായിട്ട് വണ്ടി 800 കിലോമീറ്ററും ഞാൻ ഫുൾ ടൈം നിന്ന് ഓടിക്കിയത്. എനിക്ക് യാതൊരു വിധത്തിലുള്ള ക്ഷീണമോ കാര്യങ്ങളോ ഡ്രൈവിങ്ങിൽ തോന്നിയില്ല. അത് തന്നെയല്ല, ഞാൻ എടുത്താണ് വണ്ടി എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ലെവലും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കും ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേക കംഫർട്ട് നമുക്ക് വണ്ടിയിൽ അനുഭവപ്പെടുന്നു. ഞാൻ വണ്ടി ഫുൾ ടൈം ഓടിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ടിലത്തെ ഇതാണ് പറയാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഞാൻ വൈഫിനോട് പുറകിൽ കയറിയിരുന്ന് നോക്കാൻ പറഞ്ഞു. പുറകിൽ നിന്നപ്പോൾ പറഞ്ഞത് സീറ്റ് ഇച്ചിരി ഹൈറ്റ് കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ ചെറിയൊരു ഉലച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും ഈ വണ്ടിക്ക് ഒന്നും അല്ലെന്നാണ് എൻ്റെ തോന്നൽ. പിന്നെ ഈ താറോക്സിൻ്റെ സൺറൂഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് ക്ലാസ് സൺറൂഫാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരുന്ന വണ്ടി ഏറ്റവും ടോപ്പ് മോഡലായതുകൊണ്ട് തന്നെ അതിൻ്റെ സൺറൂഫ് ഫുൾ സൺറൂഫായിട്ടുള്ള വണ്ടി എടുത്താണ്. അതുകൊണ്ട് തന്നെ പക്കയാണ് വണ്ടി. സൺറൂഫാക്കി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് വണ്ടി കണ്ട് സൺറൂഫ് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. അത് തന്നെയല്ല, ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ മോക്ക ബ്രൗൺ ആണ് എടുത്തിരിക്കുന്നത്. മോക്ക ബ്രൗൺ നല്ല പക്കയാണ് കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ നല്ല ഷോ ലുക്കാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ഏതായാലും ടോപ്പ് ക്ലാസ് വണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഓൺ ദ റോഡ് 30 lakhs കൊടുക്കണം. ആ 30 lakhs വർത്ത് ഈ വണ്ടിയിലുണ്ട്. ഏതായാലും വണ്ടി നമുക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഏതായാലും ഇതിൻ്റെ സൺറൂഫ് ഉണ്ടോ, നല്ല വൈഡ് സൺറൂഫാണ്. ഇത് സൺറൂഫ് ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ സൺറൂഫിൻ്റെ ഇത് കണ്ടോ, ലുക്ക് കണ്ടോ. ആ ലുക്കൊക്കെ നല്ല നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഇതാണ് ലുക്ക് വരുന്നത്. നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ക്ലോസ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം നമ്മൾ മുകളിൽ സ്വിച്ച് എല്ലാം കറക്റ്റായിട്ടിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ഓപ്പൺ ചെയ്തിടാനും എല്ലാത്തിനും സെപ്പറേറ്റ് സ്വിച്ചുകളാണ് കേട്ടോ എല്ലാത്തിനും. അതുകൊണ്ട് തന്നെ എനിക്ക് വണ്ടി വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ കൊടുത്ത പൈസയ്ക്ക് ഉള്ള മൂല്യം വണ്ടിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് താങ്ക്സ് ഓഫ് മഹീന്ദ്ര. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പവറിനെ കുറിച്ചാണ്. പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മഹീന്ദ്രയുടെ ഓട്ടോമാറ്റിക് വെഹിക്കിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പ് മോഡൽ. നമ്മുടെ വണ്ടി കാല് കൊടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ പറക്കണം. നമ്മൾ അറിയുള്ള വണ്ടി കയറി പോണത് അത്രയ്ക്കും പവർഫുള്ളാണ് വണ്ടി. നല്ല സുഖം എന്ന് പറഞ്ഞാൽ നല്ല സുഖമാണ് വണ്ടി. അത്രയും കംഫർട്ട് എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താറോക്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ പുലിയാണ്, പൊപ്പുലിയാണ്. ഇനി പറയാനുള്ളത് 4x4 കുറിച്ചാണ്. 4x4 ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പറയുന്നതായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ വണ്ടി എടുത്തു പിറ്റേ ദിവസം തന്നെ നേരെ ട്രിപ്പാണ് പോയത്. അതും കോഴിക്കോട് ട്രിപ്പ്. കാര്യം പറഞ്ഞാൽ കണ്ണൂർക്ക് പോകാനായിട്ട് ഇറങ്ങിയ ട്രിപ്പാണ്. നമ്മൾ കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ അങ്ങനെയെല്ലാം തൊഴുതിറങ്ങി ചെന്ന് സമയം ഓവർ വൈകി. കോഴിക്കോട് എത്തിയപ്പോഴത്തേക്കും 12 മണി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോഴിക്കോട് റൂം എടുത്തു. പിന്നെ കോഴിക്കോട് പകൽ കിടന്ന് കറങ്ങി തിരികെ പോന്നു. അങ്ങനെ നമ്മുടെ ട്രിപ്പ് നമ്മൾ കോഴിക്കോട് വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് നമ്മൾ കണ്ണൂർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും വണക്കം.